ഇന്നിപ്പോ എപ്പിസോഡിന്റെ അവസാനം ലാലയുടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ അനീഷിന്റെ അടുത്ത് ചോദ്യം ചോദിക്കും. അതായത് നോമിനേഷൻ വന്നവരെല്ലാവരും എഴുന്നേൽപ്പിച്ച് ചേർത്തിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. അനീഷ്, നിങ്ങൾ ഇതിൽ ആരെയാണ് നിങ്ങൾ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതായത് നോമിനേഷനിൽ നിന്നും ഈ വന്ന എവിക്ഷനിൽ നിന്നും രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അനീഷ് ഒരു മടിയും കൂടാതെ ഷാനവാസിന്റെ പേരങ്ങ് എടുത്തു പറഞ്ഞു. എന്റെ ഒരു സുഹൃത്താണ് ഷാനവാസ്. ഞാൻ ഇപ്പോഴും ആ ഒരു തരത്തിൽ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവന് സിനിമയിൽ തന്നെ ഒരുപാട് നിലയിൽ എത്തണം എന്നുള്ള തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ അവ എത്തിപ്പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അവനെ എവിക്ഷനിൽ നിന്നും രക്ഷിക്കണം എന്നുമാണ് അനീഷ് പറഞ്ഞത്. ഷാനവാസിന്റെ പേരാണ്. ഇതില് രസം എന്ന് പറയുന്നത്, ഷാനവാസിന്റെ അടുത്ത് തിരിച്ച് ലാലേട്ടൻ അങ്ങോട്ട് ചോദിച്ചു, ഷാനവാസ്, നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും ഷാനവാസ് ഒന്ന് ചുറ്റും നോക്കിയിട്ട് പറയുവാണ് അനുമോളുടെ പേര്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ലാലേട്ടൻ പോലും ഞെട്ടിപ്പോയി. അനീഷ് അവിടെ നിന്നിട്ട് പറയാണ് അനുമോളുടെ പേര്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുവാണ്, അപ്പൊ അനീഷോ എന്ന് ചോദിക്കുമ്പോഴേക്കാണ് ഷാനവാസ് ഒന്നും കൂടെ ഒന്ന് ഇതായിട്ട് പറയുന്നത്, അയ്യോ ഞാനത് കണ്ടില്ല, അവൻ അവിടെ നിൽക്കുന്നത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അനുമോളുടെ പേര് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അനീഷിന്റെ പേരേ പറയത്തുള്ളൂ, അനീഷാണ് ലാലേട്ട എന്നുള്ള തരത്തിൽ വീണ്ടും പറയുന്നത്. ഇത് എന്തോന്നാണ് ഷാനവാസ് അവിടെ കാണിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഷാനവാസിന് അങ്ങോട്ടുള്ളത് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണോ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണോ? അവിടെ ഇത്രയും ആളുകൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ ഷാനവാസ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പോലും ഞെട്ടിപ്പോയി. ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു, ഈ നിൽക്കുന്ന വ്യക്തിയെ ഷാനവാസ് കണ്ടില്ലേ എന്നുള്ളതിൽ ആകെ പെട്ടുപോയെന്ന് പറയാം. ഷാനവാസ് പറയുകയും ചെയ്തു. ഷാനവാസിന് അബദ്ധം പറ്റിയതാണോ, ഇനി അതല്ല മനഃപൂർവ്വം ഷാനവാസിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യം തന്നെയാണോ ഷാനവാസ് വിളിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും അനീഷ് ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ ഷാനവാസ് ആദ്യം എടുത്തിട്ടത് അനുമോളാണ്. പിന്നെ തിരുത്തിയിട്ടാണ് അനീഷിന്റെ പേരെടുത്ത് പറഞ്ഞത്.